ഏറ്റവും ആദ്യമായിട്ട് പീരീഡ്സ് ആയതിനു ശേഷം ഏകദേശം 2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പീരീഡ്സിൻ്റെ ആക്ച്വൽ വേദന, അതായത് ആക്ച്വൽ പെയിൻ എന്താണെന്നൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. അതുവരെയുള്ള പെയിനൊക്കെ എനിക്കൊരു ദഹനക്കേട് വരുമ്പോൾ എങ്ങനെയാണോ പെയിൻ അതുപോലെയൊക്കെ ആയിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ പീരീഡ്സിൻ്റെ പെയിനൊക്കെ ഒരു ദയ അല്ലാണ്ട് മനുഷ്യന്മാരെ വേദനിപ്പിക്കുന്ന ഒരു തരം പെയിൻ. ഈ വേദന എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമോ, ഈ വേദന ഇനി എപ്പോഴാണ് മാറണേ, എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു, എന്തൊക്കെ ചിന്തകളാണ് വരാന്നറിയും. ഈ സമയത്ത് ഇഷ്ടപ്പെട്ട പാൽപ്പായസം ആണെങ്കിൽ പോലും വേണ്ടാന്നേ പറയൂ, വയ്യാത്തോണ്ടാ. ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് നടുവേദനയും കാലുവേദനയും ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളൊക്കെ വരിക. മുന്നൊക്കെ ആണെങ്കിൽ വീട്ടിൽ പപ്പയും അമ്മയൊക്കെ നടുവിഴിഞ്ഞ് തരാനും കാല് തടവി തരാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഈ വേദനയൊക്കെ എന്തായാലും സഹിച്ചേ പറ്റൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയ പിന്നെ ഞാൻ ഈ വേദന ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ വേദനയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നല്ല ക്രേവിങ്സ് ആയിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ വലിച്ചു വാരി തിന്നാനുള്ളൊരു ആക്രാന്തമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഇഷ്ടപ്പെട്ട് കൊതിച്ചൊരു സാധനം തിന്നു കഴിഞ്ഞാൽ ആ സാധനം മുഴുവനായിട്ട് നമ്മുടെ ദേഹത്ത് പിടിക്കുന്നതൊക്കെയാണ് കാരണവന്മാർ പറഞ്ഞേക്കണം. ഞാനങ്ങോട്ട്. ഓക്കെ ബൈ.